മാസ്ക് യാത്ര. ഇവന്റെ ഉണ്ട കണ്ണ് കണ്ടാൽ അറിയാം. നീയല്ലേ ഡ്രോൺ എറിഞ്ഞു വീഴ്ത്തിയ? ജീവിതത്തിലാകെ മാങ്ങ മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ സാറേ. ഡ്രോണൊന്നും കണ്ടിട്ടും കൂടി ഇല്ല സാറേ. ആ ഡ്രോൺ പറത്തണ പയ്യന്റെ അമ്മ വന്നിട്ടുണ്ട്. മറികടാ മറ. എങ്ങനെയെങ്കിലും പറഞ്ഞ് ശരിയാക്കമ്മേ. മോൻ സമാധാനപ്പെടും, അമ്മ ശരിയാക്കാം. അമ്മയുടെ മുത്തല്ലേ ഡ്രോൺ കിട്ടിയില്ലെങ്കിൽ കാശെങ്കിലും തരാൻ പറ. അമ്മ വരൂ. പറയാം. അമ്മ പോയിട്ട് പോയിട്ട് വാ. ഇരിക്കൂ. നമസ്കാരം അമ്മേ. നമസ്കാരം സാറേ. എന്തിനാ സാറേ എൻ്റെ കൊച്ചിൻ്റെ കാറ്റാടി കൊണ്ട് കളഞ്ഞത്? അവൻ ആ കാറ്റാടി പറത്തിയിട്ടല്ലേ ജീവിക്കണത്? സാർ ആ കാറ്റാടി പറത്തിയിട്ട് തിരിച്ചു കൊടുത്തില്ല എന്നും പറഞ്ഞ് ചെക്കൻ വീട്ടിൽ കിടന്ന് കരച്ചിലോട് കരച്ചില്ല. അതങ്ങ് തിരിച്ചു കൊടുത്തേക്ക് സാറേ. അയ്യോ അമ്മേ, ഞാൻ പറത്തി വിട്ടിട്ട് തിരിച്ചു കൊടുക്കാത്തതല്ല. പറത്തി വിട്ട സാധനം ഒരു സാമൂഹ്യ വിരുദ്ധൻ എറിഞ്ഞിട്ട് കൊണ്ടുപോയി. മനസ്സിലായില്ല സാറേ. അതായത് അമ്മ, നമ്മൾ കൊറോണയെ ഉന്മൂലനം ചെയ്ത് ലോകത്തെ നവീകരിക്കാനും അതുവഴി സാമൂഹ്യ അകലം പാലിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഡ്രോൺ പറത്തിവിട്ടത്. ആ പറത്തിവിട്ട ഡ്രോൺ ഏതോ ഒരു സാമൂഹ്യ ദ്രോഹി കുപ്പിവെച്ചെറിഞ്ഞിട്ടു. അവനെ പൊക്കാനുള്ളൊരു സാവകാശം, അത് മാത്രമാണ് ഞാൻ ചോദിക്കുന്നത്. ഈ സാവകാശം എന്നൊക്കെ പറഞ്ഞ ഒരു സാവകാശം എന്നൊക്കെ പറഞ്ഞ ഒരു 4 ആഴ്ച. അതൊരു മാതിരി തൈര് വർത്താനല്ലേ സാറേ? അതുവരെ എൻ്റെ ചെക്കൻ എന്താ ചെയ്യാ? അവനെ സാർ പോലീസിലെടുക്കോ? പറ സാറേ. പറഞ്ഞിട്ട് പോ സാറേ. ഇമ്മാതിരി തെറി പറഞ്ഞ നിന്റെ അമ്മച്ചിയെ നോക്കൂല, മുട്ടുകാലിയിട്ട് ഞാൻ. നീ വണ്ടി കയറ. നിന്നെ ഡ്രോൺ ഇന്ന് തന്നെ കണ്ടുപിടിച്ചിട്ട് കാര്യമുള്ളൂ. പീറ്ററെ വണ്ടി എടുക്കടാ. അവന്റെ അമ്മയുടെ ഒരു കോറ്റാടി ഒരുമാതിരി കുളിച്ച് തൈരായി പോയി. പിന്നെ വീട്ടിലാകെ സീനാണ്. 10-25 വരെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് കല്യാണം നടത്താൻ അച്ഛൻ്റെ പ്ലാൻ. പിന്നെ എനിക്ക് നിൻ്റെ കൂടെ ജീവിച്ചാൽ മതി. എന്നെ വിളിച്ചിറക്കി കൊണ്ടുപോകാൻ നിനക്ക് പറ്റുമോ? എടി, ഒരു നിൽക്കക്കള്ളില്ലാണ്ടാണ് ഞാനീ നിൽക്കണേ. ഈ ഒരു അവസ്ഥയിൽ ഞാൻ നിന്നെ എങ്ങനെ കൊണ്ടുപോകുന്നാണ് നീ പറയണേ? നിനക്കത് വേണ്ടെന്നാണോ പറയണേ? എടി, അങ്ങനെയല്ല. നിന്റെ കെട്ടിന് മുമ്പ് നിന്നെ ഞാൻ കൊണ്ടുപോയിരിക്കും. വേറൊരാൾക്കും നിന്നെ വിട്ടുകൊടുക്കില്ല. പോരെ? ചെല്ലേ. ഇതുപോലെ നടക്കോ? നിങ്ങളെന്ത് കോണാത്തിലൊക്കെ ഉണ്ടാണ് ഒരു കാര്യം പറഞ്ഞിട്ട്. എന്റെ ക്ലാഡു ആ കുംഭകുമാരൻ ഒന്നിട്ട് വന്നോട്ടേന്ന്. കുംഭകുമാരൻ വരണ്ടേ? വഴിയിലും കാര്യം കാണാനില്ല. ഒക്കെ കൊറോണ ചത്തോ? ഈ പണ്ടാന്ന് തുറക്കാൻ പറ്റുന്നില്ല. എന്തായി കുമാര? ഗോസ ശർക്കര കലക്കി 7 ദിവസം വയ്ക്കണം. 8-ാം ദിവസം വാറ്റാം. 8 ദിവസം ഞാൻ പിന്നെ മാങ്ങാണ്ടി ഉണ്ടാക്കും. ഏതായി ചക്കൻ കുമാര ഒന്ന് പറഞ്ഞ മനസ്സിലാക്കിയ പച്ചോളം മറ്റേ മതിയാവൂലെന്ന്. ഗ്ലാഡു നല്ല മോനല്ലേ, കുറച്ചു നേരം മൊബൈലിരുന്ന് കുത്തിയെ. ചേട്ടായി ഒന്ന് സംസാരിക്കട്ടെ. കുമാര അപ്പൊ ഒന്നും നടക്കില്ലേ? ഒന്നും നടക്കില്ല. മിനിമം എനിക്ക് 8 ദിവസം വേണം. റിട്ടയർമെന്റിന് മുമ്പെങ്കിലും സ്റ്റാർട്ട് ആകും എന്റെ സാബു. സാർ ഇപ്പൊ ശരിയാക്കി തരാം. സ്റ്റാർട്ടിങ് ട്രബിളാ. ഇടയ്ക്കിടയ്ക്ക് വർക്ക്ഷോപ്പിൽ നിന്ന് പറഞ്ഞ് ഓരോ ബില്ലുമായിട്ട് വന്ന് താൻ കാശും മേടിച്ചോണ്ട് പോകുന്നുണ്ടല്ലോ. സത്യം പറ സാബു, താനിട്ട് വല്ല പണി എടുക്കുന്നുണ്ടോ? അയ്യോ സാർ, സത്യമായിട്ടും പണിയാൻ തന്നെയാണ് സാർ വർക്ക്ഷോപ്പിൽ കൊണ്ടുവന്നത്. ഇത് പിന്നെ പഴയ വണ്ടി ആയതുകൊണ്ടാണ്. അല്ല സാബു, ഈ കഞ്ചാവ് എന്ന് പറഞ്ഞാൽ 1-1.5 മിനിറ്റ് കൊണ്ട് കത്തിത്തീരുന്ന സാധനമാ. അല്ലാതെ ആമസോൺ മനമൊന്നുമല്ല മാസങ്ങളോളം നിന്ന് കത്താൻ. ഈ കുന്ത്രാണ്ട് ഒന്ന് സ്റ്റാർട്ട് ആക്കി സാബു. എനിക്ക് ആ വലിയന്മാരെ പിടിക്കണം. ഞാൻ ഫ്രണ്ടിൽ പോയി നോക്കിയിട്ട് വരാം സാർ. എന്തെങ്കിലും ചെയ്യും. സാറൊന്ന് വണ്ടി നിർത്തിയേ. നിർത്താടാ, ചാടല്ലേ. എന്താടാ മുള്ളനാണ്? സാറൊന്ന് ഇങ്ങോട്ട് ഇറങ്ങിയേ. എന്താ പറ്റുമോനെ? എത്ര കാലായി സാറേ ഇങ്ങനെ അലയണേ? എന്നിട്ടൊരു കുന്തവും കണ്ടുപിടിക്കാൻ പറ്റിയില്ലല്ലോ സാറേ.
ചേട്ടായി ഇത് നോക്കിയേ ധവാൻ ഇത് പോസ്റ്റ് ചെയ്തേക്കുന്ന ഡേറ്റ് നോക്കിയേ റീസെന്റ് ആയിട്ട് പോസ്റ്റ് ചെയ്താണ് അവൻ്റെ ലീക്കണ ഫുള്ള് കണ്ട പൊട്ടിച്ചിടല എൻ്റെ മനസ്സ് പറഞ്ഞ പൊട്ടിച്ചിടലെന്ന് എനിക്ക് അവനെ വേണം. കുമാര എനിക്ക് ഇവനെ കിട്ടണം. ഇതാ ബാറി പറഞ്ഞ ചക്കന എന്ത് വില കൊടുത്ത് എനിക്ക് കിട്ടണം. നമുക്ക് പൊക്കാൻ ഗോഡ്സ. പൊക്കണം കുമാര, അവൻ ഏത് പാതാളത്തിലാണെങ്കിലും നമുക്ക് പൊക്കിയിരിക്കണം.